വരെയുള്ള സ്റ്റെപ്പിനെയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സംയുക്ത ജമാഅത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ജലീൽ ഹാജി സാഹിബ് നമ്മുടെ സദസ്സിൽ എത്തിയിട്ടുണ്ട്. സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം പറയാമല്ലേ നൈമിസ നായിബായിട്ട് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ സൂചിപ്പിച്ച് വന്നത് ഫൗലിദ ബി വജിഹിൻ അഖ്ജല ഖമറൻ വ ഫർഖദ, ചന്ദ്രനും മറ്റു ജ്യോതിർഗോളങ്ങളുമൊക്കെ നാണിക്കുന്ന രൂപത്തിലുള്ള ഭംഗിയുമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ടെങ്കിൽ അന്ന് എടുത്ത് ഇല്ല മൊബൈലില്ല എല്ലാവരും ആ മൗലൂദ് എടുത്താലും നന്നായിരിക്കും തോന്നുന്നു. കാണാതെ അറിയുന്നവരല്ല, അല്ലാത്തവർ മൊബൈൽ എടുത്താലേ അപ്പം അത് നോക്കിയാൽ അർത്ഥം വെക്കുമ്പോൾ സുഖം ഉണ്ടാവും. അലാഹു വല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം വഫ്തഖറ ബി കൗനിഹി വാലിദ. അലാ അറിയണം, ഹുവല്ലദീ അവിടുന്ന് ഒരുത്തരാണ്, ഒരുത്തനാണ് എന്ന് വെക്കാൻ പാടില്ല, ഒരുത്തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറയുമ്പോൾ അങ്ങുന്ന് അവിടുന്ന് അങ്ങനെ തന്നെ പറയണം. എങ്ങനെയുള്ളവരാണ്? തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം, അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുൽ ചെയ്തിട്ടുണ്ട്. ഉപ്പാപ്പ പേരക്കുട്ടീനെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയൊരു പവറായിട്ടാണ് മഹാന്മാർ ഇത് പറയുന്നത്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലം അഖ്തറഫ ആദമു അൽ ഖതിഅ, ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ ചെറിയൊരു കൈപ്പിഴവ് സംഭവിച്ചു. പിഴവ് എന്ന് പറയാൻ പറ്റൂല, അമ്പിയാക്കളൊക്കെ മഅ്സൂമീങ്ങളാണ്, ഓരോരുത്തർ എന്ത് വരൂല, തെറ്റ് വരൂല. കൈപ്പിഴവ് തന്നെ പ്രയോഗിക്കുന്നത് സൂക്ഷ്മത കുറവാണ്, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അപ്പോൾ ഒരു കൈപ്പിഴവ് സംഭവിച്ചപ്പോൾ അള്ളാഹുവിനോട് ആദം നബി പറഞ്ഞു, യാ റബ്ബ്, പടച്ചോനെ ശ്രദ്ധിക്കണേ, അസ്അലുക ബി ഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് ഇല്ലാ മാ ഗഫർതലി, എനിക്ക് നീ പൊറുത്തു തരണം എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയാണ്. അപ്പോൾ അള്ളാഹ് ചോദിച്ചു, യാ ആദം കൈഫ അറഫ്ത മുഹമ്മദ, നിനക്കെങ്ങനെ മുഹമ്മദിനെ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ ആദം നബി വലം അഖ്ലുഖുഹു, അള്ളാഹ് ഇങ്ങനെയും പറയുന്നുണ്ട്, വലം അഖ്ലുഖുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയാം? ഫഖാല, അപ്പോൾ ആദം നബി പറഞ്ഞു, യാ റബ്ബ് ഇന്നക ലമ്മാ ഖലഖ്തനി റഫഅതു റഅസി, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ തല ഒന്ന് ഉയർത്തി, ഫറഅയ്തു അലാ ഖവായിമിൽ അർശ്, ആ സമയത്ത് അർശിൻ്റെ തൂണുകളിൽ ഞാൻ കണ്ടു മക്തൂബൻ, എഴുതപ്പെട്ട രൂപത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അർശിൽ. അപ്പം ഞാൻ മനസ്സിലാക്കി, ഫഅലിംതു അന്നക ലം തുളിഫ് ഇല ഇസ്മിക ഇല്ലാ അഹബ്ബുൽ ഖൽഖി ഇലൈക, നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടല്ലാതെ നിൻ്റെ കൂടെ ആ പേര് ചേർക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് എന്ന് നിന്നോട് പറഞ്ഞത് എന്ന് സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. അപ്പോൾ അള്ളാഹ് പറഞ്ഞ മറുപടി, സ്വദഖ്ത യാ ആദം, നിൻ്റെ ആൾ തന്നെയാണ്. ആദം മനസ്സിലാക്കിയത് ശരിയാണ്, എൻ്റെ ആൾ തന്നെയാണ്. അപ്പോൾ ഈ സംഭവത്തിലേക്കുള്ള സൂചനയാണ് മങ്കൂസ് മൗലൂദിൽ എന്തു പറഞ്ഞത്, ഹുവല്ലദീ തവസ്സല ബിഹി ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സിൽ ചെയ്ത ആളാണ് നമ്മൾ. ഈ സലഫി അലവലാദിക്കറിയോ? ആദം നബി, അബുൽ ബഷർ ആദം നബി പഠിപ്പിക്കാണ്. തവസ്സുൽ ആരാ ചെയ്തതെന്ന് ചോദിക്കാണ്, ഇമാമുമാർ ചെയ്തിട്ടുണ്ടോ? ആദം നബി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. ഇതിനേക്കാളും വലിയ തെളിവെന്ന്, ലോകം ഉണ്ടായത് മുതൽ തവസ്സുലുണ്ടായിന്, മനുഷ്യകുലം ഉണ്ടായത് മുതൽ തവസ്സുലുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മാത്രമല്ല വഫ്തഖറ ബി കൗനിഹി വാലിദ, അത് അതിനേക്കാളും വലിയൊരു പോയിൻ്റാണ് ശേഷം പറയണത്. വഫ്തഖറ, ആദം നബിക്ക് വളരെ പ്രൗഢിയായിരുന്നു, വളരെ അഭിമാനമായിരുന്നു
ബികൗനിഹി വാലിദ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയാണ് ഞാൻ, എൻ്റെ കുട്ടിയാണത്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, നമ്മളെ മക്കൾ നല്ല കുട്ടിയാണെങ്കിൽ ഓൻ്റെ ഉപ്പയാട്ടോ ഞാൻ എന്ന് അഭിമാനത്തോടെ പറയും. ആ കുട്ടീൻ്റെ ഉപ്പയാണ് ഞാൻ എന്ന് പറയണത് പോലെ ആദം നബിക്ക് വല്ലാത്ത പെരുത്തിഷ്ടമാണ് ആരെ? സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബിയാണെന്ന് പറയുന്നതിനേക്കാൾ ആദമിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം എന്താ? ഞാൻ ഹബീബായ തങ്ങളുപ്പാപ്പയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് രസമുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അള്ളാഹ്ക്ക് അടിമയായ റബ്ബ് എൻ്റെ അടിമയാണ്, എൻ്റെ ഹബീബാണെന്ന് പറയാൻ താല്പര്യം. ഉപ്പാപ്പാക്ക് അത് എൻ്റെ കുട്ടിയാണെന്ന് പറയാം. മൂപ്പര് ഉപ്പാപ്പയായതിൽ ഞാൻ വളരെ പ്രൗഢിയാണ് എന്ന് കരുതുന്ന, ഇഫ്തിഖാർ നടിക്കുന്ന, ഫഖർ പറയുന്ന ഉപ്പാപ്പ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞത്, അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. അന്തല്ലദീ തങ്ങൾ ഒരാളാണ്, ലമ്മാ തവസ്സല ആദമു ആദം അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സുൽ ചെയ്തപ്പോൾ, മിൻ സല്ലത്തിൻ ഒരു തെറ്റിൽ നിന്ന്, കൈപ്പിഴവിൽ നിന്ന് തവസ്സുൽ ചെയ്തപ്പോൾ, ബിക തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തപ്പോൾ, ഫാസ ആദം നബി വിജയിച്ചവരായി സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എത്ര തെളിവാണ്. മഹാന്മാരിങ്ങനെ പറയുന്നുണ്ട്, വബിഹി തവസ്സല നൂഹും ഫീ തൂഫാനിഹി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂഫാൻ വന്ന സമയത്ത് രക്ഷ പ്രാപിക്കാൻ സഹായം ചോദിക്കുന്നതും അള്ളാഹുവിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫയോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ചോദിക്കണത് റസൂലുള്ളാഹിയോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾക്ക് വേണ്ടതാരെ ഉറക്കെ പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, കലിമാത്ത് എന്ന് പറഞ്ഞാൽ അത് മുത്തുനബിയോടുള്ള തവസ്സുലിലേക്കുള്ള സൂചനയാണ്. ഖുർആനും തെളിവാണ്. അല്ലാഹു തആല നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. ഞാൻ സൂചിപ്പിച്ചു വന്നത് വഫ്തഖറ ബികൗനിഹി വാലിദ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട അളാമ സഫിയ റളിയല്ലാഹു അൻഹ, സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം പാടി, അലാ യാ റസൂലല്ലാഹ്. ആരാണ്? അളാമയായ സഫിയ ബീവി പാടാണ്, അലാ യാ റസൂലല്ലാഹി അൻത റജാഉനാ. നബിയേ, അവിടുന്ന് അങ്ങുന്ന് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. വകുന്ത ബിനാ ബർറൻ വലം തകു ജാഫിയ. തങ്ങളെപ്പോഴും ഞങ്ങൾക്ക് ഗുണവാന്മാരായിട്ട് നിൽക്കണം. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഖൈറിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു തആല നമ്മെ പെടുത്തി തരട്ടെ. ഇനി വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ. തീർന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെ അമ്പിയാക്കൾക്ക് മുത്തുനബിനെ കൊണ്ട് കിട്ടിയത് ഇങ്ങനെ എണ്ണി എണ്ണി പറയാണ്. ഫസ്തഗാസ ബിഹി നൂഹുൻ. ആദം നബി മാത്രമല്ല, ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബിയും അള്ളാഹുവിൻ്റെ ഹബീബിനോട് നേരിട്ട് സഹായം ചോദിച്ചു. നേരത്തെ പറഞ്ഞ തവസ്സുലാണ്. അള്ളാഹിനോട് മുത്തുനബിയെ കൊണ്ട് സഹായം ചോദിച്ചു, മുത്തുനബിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട്. ഇതങ്ങനല്ല. വസ്തഗാസ ബിഹി നൂഹുൻ. നൂഹ് നബി തങ്ങൾ നേരിട്ട് സഹായം ചോദിച്ചു. ചോദിച്ചപ്പോഴോ ഫനജ, നൂഹ് നബി രക്ഷപ്പെട്ടു. മിനർ റദാ, ഹലാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിച്ചതിൻ്റെ പേരിലാണ് നൂഹ് നബിക്ക് രക്ഷ കിട്ടിയത്. ഞാനത് വിശദീകരിക്കുന്നില്ല. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ ഹബീബ് ആയിരുന്നു ഫീ സുൽബി ഇബ്രാഹിമ, ഇബ്രാഹിം നബിൻ്റെ മുതുകത്തായിരുന്നു സയ്യിദുന മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോൾ? ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാം നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബിക്ക് രക്ഷ കിട്ടി. ഫസ്വാറ ഫആദ വസാറ ലഹ്ബുഹ മുഹ്മദ. ഫആദ, ഇബ്രാഹിം നബി ആ പ്രയാസത്തിൽ നിന്ന് മടങ്ങി. വസാറ ലഹ്ബുഹ, ആ തീയുടെ തീനാളമായി തീർന്നു. മുഹ്മദ, തണുപ്പായി തീർന്നു.
തീ എന്ത് ചെയ്തു? അതിൻ്റെ സ്ട്രോങ് കുറഞ്ഞു. അതിൻ്റെ കാരണം പറയുന്നത് ഫീ സുൽബി ഇബ്രാഹിമ, ഇബ്രാഹിം നബിൻ്റെ മുതുകത്ത് ഹബീബായ തങ്ങളുള്ളത് കൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് കൂളർ കിട്ടിയത്. സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ മുമ്പ് എനിക്ക് സൂചിപ്പിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോൾ ഇബ്രാഹിം നബീൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്തിട്ട് അറുക്കാൻ ശ്രമിച്ചു എന്നാണ് ഒരു ചരിത്രത്തിലുള്ളത്. 2 ചരിത്രമുണ്ട്. അറുക്കുന്നതിന് മുമ്പ് തന്നെ ആട് വന്നു എന്നുകൊണ്ട് അറുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു, അറവ് നടത്തി, പക്ഷേ മുറിയണില്ല. കുറേ ശ്രമിച്ചിട്ട് മുറിയണില്ല. അപ്പോൾ ഇബ്രാഹിം നബി കത്തി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചത്രേ, നീ എന്താ മുറിക്കാത്തത്? അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ? അപ്പം കത്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലാ അഖ്തഉ ഉനുക ഇസ്മായിൽ, ഇസ്മായിലിൻ്റെ കഴുത്ത് മുറിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. മുഅ്ജിസത്ത് കൊണ്ട് കത്തി പറഞ്ഞു. എന്തുകൊണ്ട്? വനൂറു മുഹമ്മദിൻ തൽമഉ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാരുടെ മുതുകാന്നറിയോ? ഇത് എൻ്റെ ഹബീബിൻ്റെ മുതുകാണ്. എൻ്റെ ഹബീബിൻ്റെ മുതുകാണിത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ നൂറ് ഉറങ്ങുന്ന, നൂറ് ഉൾക്കൊള്ളുന്ന മുതുകാണിത്. ഈ മുതുക് മുറിക്കാൻ മാത്രം എനിക്ക് മൂർച്ചയില്ല എന്ന് കത്തി സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. കാരണം ഈ കത്തിക്കറിയാം ഇതാരാണെന്ന്. ജീവനില്ലാത്ത, ചേതനയറ്റ, അചേതനമായ വസ്തുവായ കത്തിയുടെ ഉള്ളിലും സയ്യിദുൽ വജൂദുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹ്ബുഹാ മുഹമ്മദ. ഇത് നമുക്ക് വലിയ പാടാണ്. ഏത് വലിയ പ്രതിസന്ധി വന്നാലും, മലയാളത്തിൽ വൈതരണികൾ എന്ന് പറയും, വൈതരണികളെ തരണം ചെയ്യാന്നൊരു പ്രയോഗമുണ്ട്. ഈ വൈതരണി എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഒരു നദിയാണ്. പുരാണങ്ങളിൽ നരകത്തിലൊരു നദീൻ്റെ പേരാണ് വൈതരണി. അപ്പോൾ വൈതരണികളെ തരണം ചെയ്യാൻ തന്നെ പ്രതിസന്ധി അകറ്റുക. അപ്പോൾ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിന് പരിഹാരം ഹബീബുണ്ട് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് തെളിവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിയുന്ന സമയത്ത് ഞാൻ അവിടുത്തെ മുതുകിലായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, അതിൻ്റെ ഇടയിൽ വിട്ടുപോകണില്ലല്ലോ. അങ്ങനത്തെ ബാക്കി അങ്ങനെ തന്നെയല്ലേ, ഞാൻ ഷറഹ് നോക്കുന്നതുകൊണ്ട് അല്ല. വറഅത്ത് ഉമ്മുഹു ആമിന, വറഅത്ത് അതിനല്ലേ അതിന് ശേഷം വറഅത്ത് ഉമ്മുഹു ആമിന, ആമിന ബീവി റളിയല്ലാഹു അൻഹു കണ്ടു. ഹീന ഹമലത്ത് ബിഹി, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഗർഭം ചുമന്ന സന്ദർഭത്തിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹയാകുന്ന ഉമ്മ കണ്ടു. ആരെ കണ്ടു? മലായികതസ് സമാഇ മദദാ, കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇങ്ങനെ വരും. എന്തിന്? ഓരെ ഇഷ്ടപ്പെട്ട ആള് ആമിന ബീവിയുടെ ഗർഭത്തിലുണ്ട്. ഒന്ന് വിഷ് ചെയ്യാൻ, ഓൾ ദ ബെസ്റ്റ് പറയാൻ, സുഖമായിട്ടിരുന്നോ എന്ന് പറയാൻ, ഞങ്ങളെ ആളെ ശരിക്കും നോക്കിക്കൊള്ളണേന്ന് പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഓരോ മലക്കുകൾ, അതിന് ഇമാമുമാർ വിശദീകരിക്കുന്ന കുറച്ചൊന്നുമല്ല, വന്നുകൊണ്ടേയിരിക്കുകയാണ്, തീർന്നില്ല. വദഖല അലൈഹൽ അംബിയാഉ, മലക്കുകൾ മാത്രമല്ല, മുൻകഴിഞ്ഞ മൗത്തായി പോയ വഫാത്തായ അംബിയാക്കളുടെ അർവാഹുകൾ വരികയാണ്. വഹും യഖൂലൂന, എന്നിട്ട് അവരൊക്കെ വന്നിട്ട് ലഹ പറയും, യഖൂലൂന ലഹ, ആമിന ഉമ്മയോട് പറയും, ഇദാ വളഅതി ശംസൽ ഫലാഹി വൽ ഹുദാ, ഫലാഹിൻ്റെ സൂര്യനെ, വിജയത്തിൻ്റെ സൂര്യനെ, സന്മാർഗത്തിൻ്റെ സൂര്യനെ പ്രസവിച്ചാൽ ഫസമ്മീഹി മുഹമ്മദ, പേര് മുഹമ്മദ് എന്നിടണം. ആരാ വരുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഉപ്പാപ്പമാരായ അമ്പിയാക്കളൊക്കെ ആമിന ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കും. സാധാരണ ഗർഭിണിയായ പെണ്ണിൻ്റെ അടുത്തേക്ക് അപ്പുറത്ത് വീട്ടിലെ പുരക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കൂലേ, സാരമില്ല, ഇങ്ങനെ എന്താണ് ഇങ്ങനെ പറയൂലേ. നമ്മളെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ കഥ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ തടവി പറഞ്ഞപ്പോൾ കുറേ പെണ്ണുങ്ങൾ പറയും, കണ്ടിട്ട് ആണാണെന്ന് തോന്നുന്നുണ്ട്, വെറുതെ ഇങ്ങനെ ബടായി വിടാണ്, അറിഞ്ഞിട്ടൊന്നുമല്ല. പെണ്ണുങ്ങളിങ്ങനെ ധാരണ വെച്ചിട്ട് ഇങ്ങനെ പറയും. ചില ആൾക്കാർ ഒരു പെണ്ണാണ്. അപ്പോഴാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളാകുന്ന ഗർഭസ്ഥ ശിശു വയറ്റിൻ്റെ ഉള്ളെന്ന് പറഞ്ഞത്, നിങ്ങൾ ചർച്ച ആക്കണ്ട, ഞാൻ ആൺകുട്ടിയാണ്. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ മഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. റിഫായി മാലയിൽ കാണാം. മകനോ മകളോ എന്ന് ആളുകളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ, നിങ്ങൾ വെറുതെ ഫിത്ന ഉണ്ടാക്കണ്ട,
ഞാൻ ആൺകുട്ടിയാണെന്ന് ഉറക്കെ പറഞ്ഞു. ആര്? സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ഇത് ശറഫുൽ അനാം മൗലിദിലൊക്കെ വിശാലമായിട്ട് പറയുന്നുണ്ട്. ഓരോ മാസവും റബീഉൽ അവ്വൽ വരെ ഓരോ മാസവും ആരൊക്കെയാണ് വന്നത്, എന്താ പറയണതെന്നൊക്കെ വിശാലമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഇതിലും പറയുന്നുണ്ട് അടുത്ത ഹദീസുകളിലൊക്കെ. ഇത് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. യഖൂലൂന ലഹാ ഇദാ വളഅത്തി ശംസുൽ ഫലാഹി വൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദാ, മുഹമ്മദ് എന്ന് പേരിടണം. എന്നിട്ട് പിന്നെ പറയുന്നത് ഖാലല്ലാഹു അസ്സ വജൽ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഫളിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്താണിത്. ലഖദ് ജാഅക്കും, അതതിൻ്റെ ഇടയിലൊന്ന് കൊടുത്താണ്. ആരാണ് വരാൻ പോണത്? വരാൻ പോണ റസൂൽ ആരാ? മിൻ അൻഫുസിക്കും, നിങ്ങളിൽപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനെന്നല്ല, നിങ്ങളുടെ വികാരമറിയുന്ന, നിങ്ങളുടെ വേദന അറിയുന്ന, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റണ. സാധാരണ നമ്മൾ നോമ്പിൻ്റെ ഹിക്മത്ത് പറയാറുണ്ട്. നോമ്പിൻ്റെ ഹിക്മത്ത് പറയുന്നിടത്ത് ഇമാമുമാർ പറയുന്നുണ്ട്, എന്തിനാ നോമ്പ് നിർബന്ധാക്കിയത്? അത് പാവങ്ങൾക്ക് പിന്നെ പട്ടിണിയുടെ വേദന അറിയാൻ, അല്ലേ? പട്ടിണിയുടെ വേദന അറിയാമെന്ന് മാത്രമല്ല, പണക്കാരെ കൊണ്ടും പട്ടിണി എന്താണെന്ന് അനുഭവിപ്പിക്കാനാണ്. അല്ലെങ്കിൽ പൈസ കൊടുക്കും, നോമ്പിന് പകരം എന്ത് കൊടുത്താൽ മതി, 50 റുപ്യ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പണ്ടൊരാൾ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പൈസ 50 ഫൈൻ എടുത്തപ്പോൾ ഒരു കൊല്ലത്ത് ഒന്നിച്ച് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അതേമാതിരി എന്തോ അങ്ങനെ കൊടുത്തു തീർക്കും ആൾക്കാർ. അത് പറ്റൂല. നോമ്പ് നോക്കിയിട്ട് തന്നെ മനസ്സിലാവണം അതിൻ്റെ ഫളിൽ എന്താണെന്ന്, വേദന എന്താണെന്ന് മനസ്സിലാവണം. എന്നതുപോലെ ഹബീബായ തങ്ങളെ നിങ്ങളിലേക്ക് അയച്ചത് ചില ഇമാമുമാർ, ഇവിടെ ചില ഒരു ഖിറാത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. മിൻ അൻഫസിക്കും എന്ന് പറയും, മിൻ അൻഫസിക്കും എന്നുണ്ട് എന്ന് എവിടെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം അറിയുന്ന, നിങ്ങളുടെ കൂടെയുള്ള നബിയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാരും റെക്കോർഡ് ചെയ്യണം, ഇതിൽ റെക്കോർഡ് ഉണ്ടല്ലേ. മിൻ അൻഫുസിക്കും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആയത്ത് വിശാലമായിട്ട് പറയണില്ല. നിങ്ങളോട് താല്പര്യമുള്ള, നിങ്ങളോട് കരുണയുള്ള, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാൻ പറ്റുന്ന സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഹദീസിലേക്കാണ് കിടക്കുന്നത്. ഒറുവിയാനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അന്നഹു ഖാൽ, തങ്ങൾ പറഞ്ഞു, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജൽ. നേരത്തെ വിശദീകരിച്ച കാര്യത്തിൻ്റെ ഒരു ഹദീസ് എടുത്തു പറയുന്നു എന്ന് മാത്രം. ഞാൻ നൂറായിരുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ. ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബി അൽഫി ആം, 2000 കൊല്ലം മുമ്പ്, ആദം നബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 കൊല്ലം മുമ്പ് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നൂറായിരുന്നു. മാത്രമല്ല യുസബ്ബിഹുല്ലാഹ ദാലികൻ നൂർ, ആ നൂർ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിയിരുന്നു. ആ നൂറ് വെറുതെ ഇരുന്നില്ല, തസ്ബീഹ് ചൊല്ലി. വതുസബ്ബിഹുൽ മലായികതു ബി തസ്ബീഹിഹി, മലക്കുകളും തസ്ബീഹ് ചൊല്ലി. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ, ഞാനിങ്ങനെ സ്പീഡാക്കണതേ അത് തീർന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ അത് വിചാരിക്കും. മനസ്സിലായി കണ്ടോ? ബാക്കിലേക്ക് നോക്കാത്തതുകൊണ്ട് ബേജാറ് വിചാരിക്കണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരാൾ എനിക്കൊരു ഉസ്താദ്, അള്ളാഹു താല അവരുടെ ഉംറ സ്വീകരിക്കട്ടെ, ഒരു നല്ലൊരു അത്തർ അള്ളാഹു താല അദ്ദേഹത്തിന് ഖൈർ പ്രദാനം. എനിക്ക് അത്തർ ചെയ്തുകൊണ്ടല്ല, അതൊരു അത്തർ കൊടുക്കുക എന്നുള്ള വലിയൊരു സുന്നത്താണ്, അത് വലിയൊരു കാര്യമാണ്. അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഉംറ കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അതേപോലെ പിന്നെ മറക്കുന്നതിന് നമ്മളെ ഹാഷിം ഖാൻ്റെ ഒരു സുഹൃത്ത് സ്ട്രോക്കായിട്ട് ഖത്തറിൽ പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അള്ളാഹു കാമിലായ ഷിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അതേപോലെ ബഷീർ സയ്യിദി ഉസ്താദിൻ്റെ പിന്നെ അളിയൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ ഭർത്താവ് 35 വയസ്സുള്ള സൈനി ഇന്നിപ്പോൾ മരണപ്പെട്ടു. അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ദറജ അള്ളാഹു താല ഏറ്റി കൊടുക്കട്ടെ, നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പം നൂറൻ ബൈന യദയില്ലാഹി, അള്ളാഹു താലാൻ്റെ അടുക്കൽ 2000 കൊല്ലം നൂറായിരുന്നു. ആ നൂർ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിയിരുന്നു. അള്ളാഹുവിന് നൂറ് തസ്ബീഹ് ചൊല്ലുമ്പോൾ തുസബ്ബിഹുൽ മലായികതു ബി തസ്ബീഹിഹി, മലക്കുകളും തസ്ബീഹ് ചൊല്ലിയിരുന്നു. എന്നിട്ട് ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അൽഖാ ദാലികൻ നൂറ, ആ നൂറിന് അള്ളാഹു ഇട്ടുകൊടുത്തു. ഫീ തുയിനത്തിഹി, ആദം നബീൻ്റെ കളിമണ്ണിൽ അള്ളാഹു തആല ചേർത്തി കൊടുത്തു. ആദം നബീൻ്റെ കൂടെ ആ നൂറിന് അള്ളാഹു തആല ചേർത്തി കൊടുത്തു. ഫഅഹ്ബതനി ഫീ സുൽബി ആദം, എന്നിട്ട് ആദം നബീൻ്റെ മുതുകത്തായി എന്നെ ഇറക്കി. ഇലൽ അർളി, ഭൂമിയിലേക്ക് ഇറക്കി.
അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ നൂറിനെ ചേർത്ത് ആദം നബിയുടെ മുതുകത്തിലൂടെ എന്നെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി. വജഅലനി ഫിസ് സഫീന, എന്നെ കപ്പലിൽ അള്ളാഹു ആക്കിയിരുന്നു. ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബിൻ്റെ മുതുകത്തിലൂടെ ഞാൻ കപ്പലിലും ഉണ്ടായിരുന്നു എന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അപ്പം അള്ളാഹുവിൻ്റെ ഹബീബ് ചരിത്രപരമായ എല്ലാ സാഹചര്യത്തിലും മുത്തുനബി അവിടെ ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കപ്പലിൽ രക്ഷപ്പെടാനുള്ള കാരണം ഉറക്കെ പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം നബി രക്ഷപ്പെടാനുള്ള കാരണം മുഹമ്മദ് മുസ്തഫ. ആദം നബിക്ക് രക്ഷ കിട്ടാൻ കാരണം മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഉണ്ടാകാൻ കാരണം മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. എന്തൊരു നബിയാണ്! ഇതിനേക്കാളും വലിയ പ്രൗഢി വേറെന്താണ്? അള്ളാഹു നമുക്ക് അവരെ കാണാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ അവിടുത്തെ ആശിഖീങ്ങളിൽ പെടുത്തട്ടെ. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം. നേരത്തെ പറഞ്ഞു ഞാൻ ഇബ്രാഹിം നബിയുടെ മുതുകത്തായിരുന്നു. എപ്പോൾ? ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, നരകത്തിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ. വലം യസൽ യൻകുലുനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരുന്നു, എന്നിങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഹിറ, നല്ല നല്ല മുതുകുകളിൽ നിന്ന് ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, നല്ല ശുദ്ധമായ സംസ്കരിക്കപ്പെട്ട വിമലീകരിക്കപ്പെട്ട ഗർഭപാത്രത്തിലേക്ക് ഓരോ മുതുകുന്ന് എന്നെ ഇങ്ങനെ നല്ല ഗർഭപാത്രത്തിലേക്ക് അള്ളാഹ് മാറ്റിക്കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ മുത്തുനബിൻ്റെ റൂട്ട് വളരെ ക്ലിയറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മുതുകിൽ നിന്ന് അവസാനം എവിടേക്കെത്തി? ആമിന ഉമ്മൻ്റെ അടുത്തേക്ക് എത്തി. ആമിന ബീവിക്ക് ഗർഭം കിട്ടിയത് മുതൽ പിന്നെ ഭംഗി ആർക്കാ? ആമിന ബീവിക്കാണ്. അത് ആരടുത്താണ് ഉണ്ടായിരുന്നത്? അബ്ദുല്ലാഹി റളിയല്ലാഹുവിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ മക്കയിലെ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല ഭയങ്കര ഗ്ലാമർ ആളാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹുവിനെ കാണുമ്പോഴൊക്കെ ഒരു പെണ്ണിങ്ങനെ പോയിട്ട് ഐ ലവ് യു പറയും. എന്നെ കെട്ടോ എന്ന് ചോദിക്കും. കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറയും. ഇത് ഐ ലവ് യു പറയാനുള്ള തെളിവ് പറയല്ലോ കേട്ടോ, ബാക്കിയും കൂടെ കേൾക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. കല്യാണം കഴിഞ്ഞതിന് ശേഷം, ആമിന ബീവി ഗർഭം ചുമന്നതിന് ശേഷം അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് തവാഫ് ചെയ്യാൻ പോയപ്പോൾ ഇതേ പെണ്ണിനെ അവിടെ കണ്ടു. പക്ഷെ പെണ്ണിനൊരു മിണ്ടാട്ടില്ല, ഒരു മൈൻഡും ഇല്ല. ഭയങ്കരമായിട്ട് ഐ ലവ് യു പറഞ്ഞ ഒരാൾ പിന്നെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികം കുറച്ച് ബേജാറാവുമല്ലോ. അപ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഇപ്പം നീ ഇപ്പം എന്തൊരു മൈൻഡില്ലാത്ത, ഇപ്പം തീരെ ഒന്നും പറയണില്ലല്ലോ. അപ്പോൾ ഈ പെണ്ണ് പറയാണ്, നിങ്ങൾ വിചാരിച്ചെന്താ നിങ്ങളെ ചന്തം കണ്ടിട്ട് നിങ്ങളെ ബാക്ക് കൂടിയെന്ന്? അല്ല, നിങ്ങളിൽ ഒരു നൂറുണ്ടായിരുന്നു, അതിപ്പോൾ ആമിന ബീവിയിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ആവശ്യമില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ നൂറ് ഗർഭം ചുമക്കണമെന്ന പൂതിയിലാണ് ഞാൻ പിറകെ നടന്നത്. അതിപ്പോൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ആവശ്യമില്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പറഞ്ഞ സക്കിയത്തു ത്വാഹിറ, ഹബീബായ തങ്ങളുടെ റൂട്ട് വളരെ നല്ല റൂട്ടാണ്. എത്രത്തോളം? ഹത്താ അഖ്റജനി അല്ലാഹ്, അതായത് ഓരോ സുൽബിലൂടെ കരീമത്തുൽ ഫാഹിറ എന്ന് പറഞ്ഞാൽ നല്ല നല്ല മുതുകിലൂടെ കടന്ന് ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, ശുദ്ധമായ സ്ഥലത്തേക്ക് അല്ല ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരുന്നു. ഏതുവരെ? ഹത്താ അഖ്റജനി അല്ലാഹ്, അല്ല എന്നെ പുറപ്പെടുവിക്കുന്നത് വരെ. മിംബൈനി അബവൈ, എൻ്റെ മാതാപിതാക്കളിലൂടെ എന്നെ പുറപ്പെടുവിക്കുന്നവർ അല്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനത്തെ മാതാപിതാക്കളാണ്? അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ട്. വലം യൽതഖിയ, എൻ്റെ ഉപ്പയും ഉമ്മയും കണ്ടുമുട്ടിയിട്ടില്ല. അലാ സിഫാഹിൻ ഖത്തു, ഒരു ചീത്ത ബന്ധവും അവർ കണ്ടുമുട്ടിയിട്ടില്ല. എൻ്റെ ഉമ്മയും ഉപ്പയും. ആരാ പറയണത്? ഇത് ഹദീസാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇമാമുമാർ വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ, അതായത് പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉപ്പല്ലാത്ത മക്കൾ ഒരുപാടുണ്ടാവും, വ്യത്യസ്തങ്ങളായ ബന്ധങ്ങളുണ്ടാവും. ഇവിടെ മുത്തുനബി വിശദീകരിക്കുകയാണത്, എൻ്റെ പരമ്പരയിൽ ജാഹിലിയ കാലഘട്ടമായിട്ട് പോലും എൻ്റെ പരമ്പരയിൽ അനാവശ്യമായ ശരീഅത്ത് അനുവദിക്കാത്ത ഒരു ബന്ധമുള്ള ഉപ്പ ഉമ്മ എനിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാമുമാർ പറയുന്നത് കാണാം. 500 ഉപ്പ ഉമ്മമാരെ ഇമാമുമാർ പരിശോധിച്ച്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉപ്പ ഉമ്മമാരെ 500 ആളെ പരിശോധിച്ച്. എവിടെ എത്തുന്നവരെ? ആദം നബി എത്തുന്നവരെ. ഒറ്റയടിക്ക് 500 ഇല്ല. ആദം നബി 500 ഉണ്ടാവില്ലല്ലോ പരമ്പര, അത്ര ഇല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മാൻ്റെ ഉമ്മ,
അവരെ ബന്ധം. ഇങ്ങനെ 500 ബന്ധുക്കളെ മുത്തുനബിൻ്റെ ഉമ്മാമമാർ ഉപ്പാമമാരെ പരിശോധിച്ചപ്പോൾ ഇമാമുമാർ അടിവരയിട്ട് പറഞ്ഞു, അതിൽ ഒരു ബന്ധത്തിൽ പോലും ഒരു അനാവശ്യ ബന്ധമുള്ള ഒരു ഉപ്പ ഉമ്മ ആർക്കില്ല, ഹബീബിനില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് ഈ ഹയവാമാർ അലവലാദികൾ പറയണത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ്. ആ നാക്ക് പിന്നെ എന്തിനാ പറ്റുക? ആ നാക്ക് പിന്നെ എന്തിനെങ്കിലും പറ്റുക? ആ നാക്കിൽ പിന്നെ ഖുർആൻ ഓതിയിട്ട് കാര്യമുണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സിഫാഹിൻ ഖത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ പരമ്പര, സ്വന്തം ഉപ്പവുമല്ല. ഇവിടെ തന്നെ വലം നീ അങ്കുലിനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് തന്നെ ശുദ്ധമായ റൂട്ടിലൂടെയാണ്. നരകത്തിൽ കടക്കേണ്ട ഒരു ഉപ്പാൻ്റെ മോനായിട്ട് റസൂലുള്ളാഹിനെ തന്നു എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിവരയിട്ടിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇമാമുമാർ എഴുതിയത് എന്ത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉപ്പാനെ ഉമ്മാനെയും സ്വർഗത്തിലാക്കണ്ട, അത് അങ്ങനെ തന്നെയാണ്. അങ്ങനല്ലാതെ വരുമോ? അങ്ങനല്ലാതെ എങ്ങനെ ഉണ്ടാവാൻ? ഞാനിപ്പോൾ പറഞ്ഞത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മാത്രമല്ല, ആദം നബി വരെയുള്ള ഒരു ഉപ്പയുമ്മയും. നമുക്ക് എത്ര ഉപ്പമാർ പറയാൻ പറ്റും? എൻ്റെ ഉപ്പാനെ കുറിച്ച് പറയും, ഉപ്പാൻ്റെ ഉപ്പാനെ കുറിച്ച് പറയും, എൻ്റെ ഉപ്പാപ്പാൻ്റെ ഉപ്പാനെ കുറിച്ച് പറയും മാക്സിമം. അതിലപ്പുറം ആരായിരിക്കും? ഏത് കോന്തനായിരിക്കും? ഏത് ജാതിയായിരിക്കും? എന്ത് തൊഴിൽ ചെയ്തവനായിരിക്കും? നമുക്ക് പറയാൻ വകുപ്പില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് അങ്ങനെയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം, നീ പറയണ ആ ഹബീബ് അത് എൻ്റെ ഹബീബല്ല, അത് നിൻ്റെ ഹബീബ്. നിങ്ങളെ പറഞ്ഞോളി ധൈര്യത്തിൽ. എൻ്റെ ഹബീബ് പ്യുവറാണ്, പെർഫെക്റ്റാണ്. ഏതുവരെ? അത് തുടങ്ങിയത് മുതൽ തീരണത് വരെ പെർഫെക്റ്റാണ്. ഞാൻ ആ ഹബീബിൻ്റെ ആളാണ്. സൗകര്യം എൻ്റെ കൂടെ വന്നാൽ മതി. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്ത സംവിധാനമാണിത്. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു മാ വലദനി ബഗിയുൻ ഖത്തു. അള്ളാഹുവിൻ്റെ ഹബീബ് പറയാം, മാ വലദനി ബഗിയുൻ ഖത്തു. ഒരക്രമിയും എന്നെ പ്രസവിച്ചിട്ടില്ല. നരകത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ആക്രമിച്ചു എന്നല്ലേ? അള്ളാഹ് ചെയ്തതിന് വിരുദ്ധരി ചെയ്തു എന്നല്ലേ? അള്ളാഹിൻ്റെ ഹബീബ് പറയുമ്പോൾ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റൂല. അള്ളാഹു തആല നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നമൽ മുശ്രികൂന നജസുൻ. ഞാനതിന് അർത്ഥം വെക്കുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് ആ മുശ്രിക്കീങ്ങളിൽ മുത്തുനബിൻ്റെ ഉപ്പാനും ഉമ്മാനെപ്പെടുത്തുക. അപ്പോൾ ഈ ഹദീസെല്ലാം ഓതുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരണം, നമ്മൾ ഇരിക്കണത് ആരെ പേരിലാണ്? മങ്കൂസ് മൗലൂദ് ചില്ലറ മൗലൂദല്ല. ലോകത്ത് ഹബീബിനെ പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വിശദീകരിച്ച ചെറിയൊരു മൗലൂദാണ്. അപ്പോൾ അതുകൊണ്ട് SSF ഈ മഹബയിൽ പങ്കെടുക്കുന്നവരൊക്കെ മങ്കൂസ് മൗലൂദ് കാണാതെ പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയാണ് നമ്മൾ ബൈത്തിലേക്ക് കടക്കുന്നത്. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. തങ്ങൾ വന്ന എത്തിയ അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ. ഉറക്കെ أنت أم أبو ما رأينا أنت തങ്ങളാകുന്നത് തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ. തങ്ങളാകുന്നത് തത്ലുഉ ബൈനനാ നമുക്കിടയിൽ ഉദിച്ച നക്ഷത്രമാണ്. നമുക്കിടയിൽ ഉദിച്ചവരാണ് തങ്ങൾ. ഫിൽ കവാകിബി കൽ ബുദൂർ. നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഉദിച്ച 14-ാം രാവിലെ ചന്ദ്രനെ പോലെയാണ് തങ്ങൾ. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന് ഒരു കൺഫ്യൂഷനാണ് അവിടെ. തങ്ങളെപ്പറ്റി ഖമറെന്ന് പറഞ്ഞല്ലോ, തങ്ങൾ ബദറെന്ന് പറഞ്ഞല്ലോ, ചന്ദ്രനെന്ന് പറഞ്ഞപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂമിനൊരു കൺഫ്യൂഷൻ. പിന്നെ തിരുത്താണ്, ബൽ അല്ല ചന്ദ്രനല്ല തങ്ങൾ, ബൽ വ അശ്റഫു മിൻഹും. അതിനേക്കാളും പറഞ്ഞാൽ തീരൂല. ബദറിന് ഒരു പരിധിയുണ്ട്. ബദറിൻ്റെ ചന്തത്തിന് ചൊറുക്കിന്
അതിൻ്റെ അഴകിന് ഒരു പരിധിയുണ്ട്. തങ്ങളങ്ങനല്ല. ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറബിയിലെ വെർബുകൾ അത് വലിയ അർത്ഥമുണ്ട്. ഒരു ഫത്ഹ്, ലമ്മ്, കെസ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അർത്ഥം മാറും. അന്ത തത്തുലു എന്നാണ്, ബിൽ ലമ്മിയാണ്, ലാമിന് ലമ്മാണ്. ഒന്ന് പറഞ്ഞെല്ലാവരും അന്ത തത്തുലു. അന്ത തത്തുലു അല്ല. ചില ആൾക്കാർ തെറ്റിയിട്ട് എന്ത് പറയുന്നുണ്ട്? തത്തുലു. അറബിയിൽ ത്വല യത്തുലു എന്നുള്ള ഫീലും ഉണ്ട്, വെർബും ഉണ്ട്. ത്വല യത്തുലു ഉണ്ട്. രണ്ടിനും വേറെ വേറെ അർത്ഥമാണ്. ത്വല യത്തുലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കയറിപ്പോകുക എന്നാണ്. ഇവിടെ ഇപ്പോൾ കയറിപ്പോവല്ല, റസൂൽ നമ്മളിലേക്ക് വെളിവാകുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ത്വല യത്തുലു തന്നെ പറയണം. നാടന്മാരായ ആളുകൾ ചിലപ്പോൾ അന്ത തത്തുലു എന്ന് പറയുന്നത് വ്യാപകമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അന്ത തത്തുലു, ത്വല എന്ന് പറഞ്ഞാൽ റൈസിങ്, നമ്മൾ സൺറൈസ് എന്ന് പറയില്ല, സൂര്യോദയം എന്ന് പറയണ മാതിരി അന്ത തത്തുലു ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, നക്ഷത്രങ്ങൾക്കിടയിലൂടെ വെളിവായ പ്രകാശം പരത്തിയ ചന്ദ്രനാണ് തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽ വഅശ്റഫു മിൻഹുമാ, മാത്രമല്ല അതിനേക്കാളും ഭംഗിയാണ് അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് രണ്ടാമത്തെ വരി, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി. അവിടുത്തെ തണൽ ഒരുപാട് കാലം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ. അന്ത തങ്ങളാകുന്നത്, അവിടുന്നാകുന്നത്, ഉമ്മുൻ ഞങ്ങളെ ഉമ്മയാണ്, അം അബുൻ അതോ ഞങ്ങളെ വാപ്പയാണോ, മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക. ഇത് വലിയ പ്രാധാന്യമുള്ള ഒരർത്ഥമാണ്. ഈ കവി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരു കൺഫ്യൂഷൻ, ഉമ്മയാണോ വാപ്പയാണോ? കാരണം ഉമ്മാനെ ചിന്തിക്കുമ്പോൾ ഉമ്മ ചെയ്യണ ഒക്കെ ആര് ചെയ്യുന്നുണ്ട്? മുത്തുനബി ചെയ്യുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പനെ പറ്റി ചിന്തിക്കുമ്പോൾ വാപ്പൻ്റെ ഡ്യൂട്ടിയും ഹബീബ് ചെയ്യുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കവി പറയണെന്താ? ഒരു രണ്ടാളും അല്ല എന്നാണ്. ഒരു രണ്ടാളും അല്ല. മാ റഅയ്നാ ഫീഹിമ, ഉമ്മയല്ല ഉപ്പയല്ല. മാ റഅയ്നാ ഫീഹിമ, ഒരു രണ്ടാളിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക, തങ്ങൾ ചെയ്യുന്നത്ര ഗുണം എൻ്റെ ഉപ്പയും ഉമ്മയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഉപ്പയും ഉമ്മയല്ല, അതിൻ്റെ അപ്പുറമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്ല ഹുസ്നിക ഖത്തു, ഒട്ടും തങ്ങൾ ചെയ്യണത് പോലെ എൻ്റെ ഉപ്പയും ഉമ്മയും ചെയ്തിട്ടില്ല. യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. അന്ത മുൻജീന ഗദാത്ത്, അന്ത തങ്ങളാകുന്നത് മുൻജീന നമ്മളെ രക്ഷപ്പെടുത്തേണ്ടവരാണ്. ഗദൻ നാളെ, മിൻ ശഫാഅതിക സ്വഫാ, ശഫാഅത്തിലൂടെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടവർ അങ്ങാണ്. മല്ലനാ മിസ്ലുകയാ, തങ്ങളെപ്പോലെ വേറൊരാൾ ഞങ്ങൾക്കില്ല നബിയെ. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവിടുത്തെ ആശിഖീങ്ങളിൽ പെടുത്തട്ടെ. അവിടുത്തെ കാണുന്ന കണ്ണ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മെ രക്ഷപ്പെടുത്താനുള്ള വഴി സയ്യിദുൽ വുജൂദാണ്. ഖൽബിൽ നമ്മളത് ഉറപ്പിച്ചുകൊണ്ട് വിളിക്കണം. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. എനിക്ക് പ്രസംഗിക്കുമ്പോൾ പറയാൻ എളുപ്പമാണ്, ക്ലാസ്സിൽ കേൾക്കുമ്പോഴും നമുക്ക് കേൾക്കാൻ എളുപ്പമാണ്. ഒറ്റക്കുള്ള നേരങ്ങളിൽ ഖൽബിലേക്ക് റസൂലുള്ളാഹിനെ വിളിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വരാൻ വേണ്ടി വല്ലാതെ കൊതിക്കണം. അതൊരു ടെൻഷനായിട്ട് മാറണം.
എൻ്റെ അടുത്തേക്ക് ഹബീബ് വന്നില്ലല്ലോ, കാണാൻ പറ്റിയില്ലല്ലോ, അതിന് പറ്റുന്ന കണ്ണ് എനിക്കില്ലല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിളി കേൾക്കാൻ പറ്റിയ കാത് എനിക്കെങ്ങനെയാണ് കിട്ടുന്നത്, എവിടുന്നാണ് ലഭിക്കുന്നത്, ആരാണ് തരുന്നത്? എന്നെയൊന്ന് വിളിച്ചാൽ എന്ത് രസമുണ്ട് എന്ന് പറയാൻ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അതിന് പറ്റുന്ന മാസമാണ് വരുന്നത്. ചെറുപ്പക്കാരായ കൂട്ടുകാരായ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയുന്നത്, ഈ അവസരം നമ്മൾ കളയരുത്. SSF ഒരുക്കുന്നത് ഹബീബിലേക്കുള്ള പാലമാണിത്. ഓരോ വർഷവും നമ്മളതിൽ മെമ്പർമാരാവണം. ജനറൽ പ്രവർത്തകരെ ഈ പരിശുദ്ധമായ മഹബ്ബയുടെ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നിങ്ങൾ വന്നാൽ മാത്രം പോരാ, ഓരോ വർഷവും എൻ്റെ കെയർ ഓഫിൽ ഒരു 5 പേര് മഹബ്ബയുടെ ആളുകളായി തീരണം. ഈ പരിപാടി കഴിയുമ്പോൾ ബാംഗ്ലൂരിലെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഹബീബിൻ്റെ ആളായി മാറണം. അവരുടെ ഖൽബ് മദീനയാകണം. കേൾക്കുമ്പോൾ കൊതി തോന്നണം. അറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തണം. പരിശുദ്ധ ദർബാർ കാണുമ്പോൾ വല്ലാതെ അങ്ങ് കരയണം. ഒന്ന് കണ്ടല്ലോ എന്ന് പൂതി വെച്ച് പിന്നെയും അവിടെ ഇരിക്കണം. അവിടുന്ന് പോവരുതേ എന്ന് കൊതിക്കണം. പോകുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നണം. എനിക്കവിടെ തന്നെ തിരിച്ച് ചെല്ലണമെന്ന് മനസ്സ് പറയണം. ആ പരിശുദ്ധമായ മണ്ണിൽ ജന്നത്തുൽ ബഖീയിൽ ഒരു പിടി മണ്ണ് വേണമെന്ന് ഖൽബ് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. ആ കൊതിയങ്ങ് തീർന്ന് എപ്പോഴാണോ ഖളാ വരുന്നത്, ആ സമയത്ത് എൻ്റെ ഈ ജഡം, ഒന്നിനും കൊള്ളാത്ത ഈ ശരീരം പരിശുദ്ധമായ മദീനയുടെ ജന്നത്തുൽ ബഖീൽ ഒരു 6 അടി മണ്ണ് കിട്ടിയാൽ അവിടുത്തെ ഹബീബിൻ്റെ ദർബാറിൽ വരുന്ന കാറ്റ് എൻ്റെ മീസാൻ കല്ലിനെ തലോടുമല്ലോ. അവിടെ വരുന്ന ഓരോ ദുആകളും ഹബീബിലേക്ക് ഇറങ്ങുന്ന റഹ്മത്തിൻ്റെ മലക്കുകൾ എന്നെ ചവിട്ടിയിട്ട് നടക്കുമല്ലോ. അവിടെ വരുന്നവർ എനിക്ക് സലാം പറയുമല്ലോ. ഞാനും മദീനൻ്റെ ആളാവുമല്ലോ എന്ന് ആഗ്രഹിച്ച് നല്ല മരണം ലഭിക്കാൻ വല്ലാതെ ദുആ ചെയ്യണം. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ഖൽബ് നന്നാക്കി ഒരു ഹറാമിലും പെടാതെ നല്ല ജീവിതം നയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം. മരിക്കുമ്പോൾ നമ്മുടെ മയ്യിത്ത് സ്വീകരിക്കുമ്പം ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഹബീബായ തങ്ങൾ പിടിക്കണം. എന്നിട്ട് വാമോനെ എന്ന് പറഞ്ഞ് ചേർത്ത് വെക്കണം. ഖബറിൽ ഈനാസായി അവിടുത്തെ കിട്ടണം. ഇതൊക്കെ നമ്മുടെ അത്യാഗ്രഹങ്ങളാണ്. എങ്ങനെ നടക്കുമെന്നറിയാത്ത ഖിനാക്കൾ മാത്രമാണ്. പക്ഷേ ഈ മജ്‌ലിസ് അങ്ങ് വിജയിച്ച് ഒരാളുടെ ആമീനങ്ങ് സ്വീകരിച്ചാൽ അറിയാതെ രക്ഷപ്പെടും. അർഹമുർ റഹീമീനായ റബ്ബ് ഈ മജ്‌ലിസ് അതിനൊരു കാരണമാക്കി തരട്ടെ. സംഘടനാ പ്രവർത്തനം സജീവമാക്കി, ബാംഗ്ലൂരിൽ SSFൻ്റെ പ്രവർത്തനം സജീവമാക്കി, SYSൻ്റെ പ്രവർത്തനം സജീവമാക്കി, മുസ്ലിം ജമാഅത്തിൻ്റെ സഹകാരികളായി, ഇവിടുത്തെ അഹ്ലുസുന്നയുടെ അധികായകന്മാരായി ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ ഈ സംരംഭം കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് ഈ പറഞ്ഞതൊക്കെ സ്വീകരിച്ച് ആഖിറം വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇരുത്തിയിട്ട് ഒരു 5 മിനിറ്റ് പറഞ്ഞത് അത് അപകടമാവും. പക്ഷെ ഉസ്താദിനെ അറിയുന്നത് കൊണ്ട്, ഉസ്താദിന് തൃപ്തി ഉണ്ടാവുമെന്ന് പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു വഖഫിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞത്. അൽഹംദുലില്ലാ, ഉസ്താദിനെ നമുക്ക് കിട്ടിയത് വലിയൊരു നിഅമത്താണ്. ഇരുത്തിയിട്ട് പറയാനും പേടിയായിട്ടാണ് ഞാൻ പറയാത്തത്. അൽഹംദുലില്ലാ, എത്ര നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞാലും ഒരു മതിയാവാത്ത, നമ്മൾ മനസ്സിലാക്കിയ സാദാത്യങ്ങളൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. അത്രക്കും തുല്യതയില്ലാത്തൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജലാൽ തങ്ങൾ ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഉപ്പാപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു 5-10 തങ്ങന്മാരുടെ അടുത്താൽ അതിൽ ഒന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദായിരിക്കും. എപ്പോഴും ഇങ്ങനെ തങ്ങൾ വന്ന മദ്ഹറിലെ ജലാൽ തങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ എപ്പോഴും പറയും. അത്രക്കൊരിഷ്ടമാണ്. അങ്ങനെയാണ് ഉസ്താദിനോട്. പിന്നെ ഞങ്ങളിങ്ങനെ പറയില്ല, അവിടുത്തെ ജില്ലയിലത്തെ യൂണിറ്റിൻ്റെ പരിപാടിക്കും പോവും,
ബസ്സിലും പോവും, ബൈക്കിലും പോവും. ഇനി നിങ്ങൾ നടന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെയും പോവും. അത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായപ്പോൾ സംഘടനാ പ്രവർത്തകർ കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് എന്തിനും റെഡി എന്നുള്ളത്. അത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് അവരുകൾ അതിനും പറ്റുന്ന ഉറച്ച ഒരു ബർക്കത്തിൻ്റെ സംഘടനാ നേതാവല്ല, അവിടുത്തെ യൂണിറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന നേതൃത്വം കൂടിയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് പാടാണ്. ഇങ്ങനെ എന്തെങ്കിലും കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം എസ്എഫിൻ്റെ പരിപാടിക്ക് വന്നാൽ പോരാ. ഒരു ഗസ്റ്റും ഇല്ലെങ്കിലും ജില്ലാ പ്രസിഡന്റ് മീറ്റിങ്ങിന് വിളിച്ചാൽ വരാൻ പറ്റണം. അതാണ് ദീന്. നമ്മൾ ആരാ വരുന്നത് നോക്കിയിട്ടല്ല വരേണ്ടത്. ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചാൽ അത് 2 ദിവസത്തെ ക്യാമ്പാണെങ്കിൽ ഞാൻ റെഡി എന്ന് പറയുന്നവരാണ് സംഘടനാ പ്രവർത്തകർ. അപ്പോഴേ നമുക്കിങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.